ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ടെക് ന്യൂസിലത്തെ അടുത്ത സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിന്റെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 99% ആൾക്കാരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിരിക്കും. ഒരു സേഫ്റ്റി ബ്രൗസിംഗ് ഫീച്ചർ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഉള്ളത് സംഭവം അറിയുന്നതായിരിക്കും. അത് മോസ്റ്റ്ലി ആൾക്കാരും എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റിംഗ്സിൽ കയറി എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിലേക്ക് ഇപ്പോൾ പുതിയ ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോമിന്റെ സേഫ് ബ്രൗസിംഗ് ഫീച്ചറിന് നമുക്ക് റിയൽ ടൈം ആയിട്ട് പ്രൈവസി പ്രിസർവിങ് URL പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും URL എന്ന് പറയുമ്പോൾ നമുക്ക് വെബ് അഡ്രസ് www.com എന്നൊക്കെ പറയുന്ന ഒരു URL ആണ്. അപ്പോൾ ആ URL നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ അറിയാത്ത ഏതെങ്കിലും ഒരു ഡിഫറൻറ്റ് URL അടിച്ചു കൊടുക്കുമ്പോൾ അത് ഒരു മാൾവെയർ അല്ലെങ്കിൽ ഒരു മാൾവെയർട്ടിക് അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു URL ആണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോമിന്റെ ഈ സേഫ് ബ്രൗസിംഗ് ഫീച്ചറിന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഈ മാൾവെയർ സൈറ്റിലേക്ക് പോകാൻ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനത്തെ ഒരു പുതിയ ഫീച്ചർ സംഭവം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ്സും പറയുന്നത് ഗൂഗിൾ ക്രോം can now protect users privacy while checking URL കണ്ടു. അതുപോലെ തന്നെ റിയൽ ടൈം സ്കാനിങ് വാസ് പ്രീവിയസ്ലി ലിമിറ്റഡ് ടു എൻഹാൻസ്ഡ് മോഡ്. നിങ്ങൾക്ക് അതിലെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് മോഡ് ഓൺ ആക്കി വെക്കണമെന്നും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറുള്ളത് നിങ്ങൾ കണ്ടിരിക്കും. അത് ഓൺ ആക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. കുറേ സൈറ്റൊക്കെ നമുക്ക് ഈ കുറേ ഫേക്ക് സൈറ്റുകളൊക്കെ ഈ സാധനം കാരണം ബ്ലോക്ക് ആവാൻ ഉപയോഗമുണ്ട്. അങ്ങനത്തെ ഫേക്ക് സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാൾവെയർ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആവാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ സൈറ്റ്സ് ഇറ്റ് വോണ്ട് ഹാവ് ആക്സസ് ടു URL സബ്മിറ്റഡ് ഫോർ സ്കാനിങ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ URL നമ്മൾ ഈ URL സ്കാനിങ്ങിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് അത് നമ്മുടെ എന്താ പറയുക സ്കാനിങ് കംപ്ലീഷനെ വരെ നമുക്ക് അതിലേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഗൂഗിൾ ക്രോമിന്റെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഒരു കിടിലൻ സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ സേഫ് ബ്രൗസിംഗ് അതുപോലെ തന്നെ എൻഹാൻസ് പ്രൊട്ടക്ഷൻ ഓൺ ആക്കി വെക്കാൻ മറക്കരുത്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ സെർച്ച് ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് എൻഹാൻസ് പ്രൊട്ടക്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടാബ് കിട്ടും. അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും അത് നോർമൽ മോഡിലൊക്കെ എടുക്കേണ്ട ഡിഫോൾട്ട് ആയിട്ട് അത് എൻഹാൻസിലേക്ക് ഓൺ ആക്കി വെക്കാൻ മറക്കരുത്. ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഒരു ടെക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഓൺലൈൻ ഇതിൽ സൈബർ വേൾഡിൽ ഭയങ്കരമായിട്ട് സ്കാമും സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ മാൾവേഴ്സും വൈറസൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങളാണ്. എവിടെ നിന്ന് കയറി വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഓൺ ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തരാൻ വന്ന് അടുത്ത വീട്ടിലാണ്.